വെറും 6% മാത്രം ആൾക്കാർ ക്വാളിഫൈ ചെയ്യുന്ന നെറ്റ് എക്സാം ക്രാക്ക് ചെയ്തിട്ടാണ് അപർണ നമ്മളുടെ മുന്നിലേക്ക് വരുന്നത്. ഞാൻ ഒത്തിരി വട്ടം നെറ്റ് എഴുതി കേട്ടോ, 2-3-4 വട്ടം എഴുതി. ആദ്യം ഞാൻ PG പഠിക്കുമ്പോഴായിരുന്നു നെറ്റ് എഴുതിയത്. അപ്പോൾ 2 മാർക്കിന് എനിക്ക് പോയത്, അതായത് ഒരു ക്വസ്റ്റിനെ തെറ്റിയുള്ളായിരുന്നു. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, നിസ്സാരം, ഇതൊക്കെ എന്നെ കൊണ്ട് വരും. പിന്നെ എക്കണോമിക്സിലെ ഏറ്റവും ടഫസ്റ്റ് എക്സാം ആയിരുന്നു 2023 ഡിസംബറിൽ വന്ന എക്സാം. അപ്പോൾ ഞാൻ ജസ്റ്റ് PG പാസ്സായി. അപ്പോൾ ആ ഡിസംബറിലത്തെ എക്സാം കഴിഞ്ഞപ്പോൾ 15 മാർക്കിൽ കൂടുതൽ എനിക്ക് വ്യത്യാസം വന്നായിരുന്നു. അപ്പോൾ പണിയാകുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും ഈ ഒരു എക്സാം അല്ലേ ടഫായുള്ളൂ, അടുത്ത ഞാൻ ചെയ്താലെന്ന് പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞു വേസ്റ്റ് ചെയ്യരുത് ടൈം, വർഷങ്ങൾ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ CC ജോയിൻ ചെയ്തത്. 60 ഡേയ്സ് കഷ്ടി ഉണ്ടായിരുന്നല്ലോ, 60 ഡേയ്സ് ബാച്ച് ആണെങ്കിലും ഉണ്ടായില്ലാത്ത ടൈം എനിക്ക്. അപ്പോൾ ഡിസംബറിൽ എക്സാമിന് വേണ്ടിയിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. കുറേ നാൾക്ക് ശേഷം നെറ്റ് കുറച്ച് എളുപ്പമുള്ള ഒരു എക്സാം ആയിരുന്നു ഡിസംബറിൽ വന്ന്, അതിനും 2 മാർക്കിന് വീണ്ടും പോയി. ഭയങ്കര പ്രിവിലേജ്ഡ് ആണ് എൻ്റെ വീട്ടിൽ. ഞാൻ ഒന്നും ചെയ്യേണ്ട, എന്നാലും പഠിച്ചാൽ മാത്രം മതി, അതുപോലെ എന്നെ കൊണ്ട് പറ്റണില്ല എന്നായി. അതിനുശേഷം വീണ്ടും ഞാൻ ജോയിൻ ചെയ്തു, റീജോയിൻ. എന്നിട്ടും ഞാൻ പഠിച്ചില്ല, കാരണം എനിക്ക് അപ്പോൾ കോളേജിൽ ജോലി കിട്ടി. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യായിരുന്നു. അപ്പോഴാണ് അഖിൽ സാർ എന്നെ വിളിച്ച്, പഠിക്കണ്ടേ, ക്ലാസ്സിലൊന്നും കാണാറില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ മാർച്ച് കഴിഞ്ഞു, ഏപ്രിൽ മെയ് ആ 2 മാസം വേറെ ഒരു പരിപാടിയില്ല, ഞാൻ പഠിച്ചു, പാസ്സായി. അപ്പോൾ പഠിച്ചായിരുന്നെങ്കിൽ എനിക്ക് പാസ്സാവായിരുന്നു എന്ന് ഞാൻ റിയലൈസ് ചെയ്തൊരു മൊമെൻ്റാണ്. എൻ്റെ അച്ഛൻ, അമ്മ, ചേച്ചി, പിന്നെ CCയുടെയും അവർക്ക് മാത്രമാണ് ക്രെഡിറ്റ് ഉള്ളത്.